ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം ഏതായിരുന്നു? നമ്മുടെ വിക്ടോറിയ ജലപാത അല്ലേ? വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എവിടെയായിരുന്നു എന്നാണ് പറഞ്ഞത്? അങ്കോളയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം. എങ്ങനെയാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി എത്ര മനോഹരമായിട്ടാണ് നമുക്കിത് കാണിച്ചു തരുന്നതല്ലേ? നമ്മളെങ്ങനെ ഇത്രയും മനോഹരമാണ് വെള്ളച്ചാട്ടമെന്ന് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള എങ്ങനെയാണോ എത്ര പറഞ്ഞില്ലേ, എത്ര വന്നിട്ട് ഇങ്ങനെ എത്രയോ അടി താഴ്ചയിലേക്കുള്ള ഒരു പാറയിലേക്ക് വീണിട്ട് അവിടുന്ന് വീണ്ടും തെറിച്ചത് എങ്ങനെയാണ് പോകുന്നത്? ഒരു വെള്ള ഭിത്തിയാണോ എന്ന് തോന്നുന്ന രീതിയിലല്ലേ ആ തെറിച്ചു പോകുന്നത്. കണ്ടോ? അപ്പോൾ എത്ര ആ വെള്ളച്ചാട്ടം നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്കതിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അതിലേക്ക് നോക്കിയിരിക്കാൻ പറ്റും. നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതോ എതിരെ വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടലിൽ ഞാൻ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകൾ മറക്കാനാവില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യം. നമ്മൾ എത്ര സമയം വേണമെങ്കിലും എന്താണ് ആ ഒരു വെള്ളച്ചാട്ടത്തെ നോക്കി ആ വന്ന് വീഴുന്ന അത് വെള്ളമാണോ, ആകാശമാണോ, അല്ലേ, പഞ്ഞിക്കെട്ടാണോ, വെള്ള ഭിത്തിയാണോ എന്നെല്ലാം ഉള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് നോക്കി നമ്മൾ ലയിച്ച് ഇരുന്നു പോകും. അന്ന് എന്ത് മനോഹരമായിട്ടാണ് എന്താണ് ആ ഒറ്റപ്പാളി വെള്ളമായിട്ടല്ലല്ലോ വീഴുന്നത്. പിന്നെ എങ്ങനെയാണ് പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ നദിയിൽ തുരുത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഒരുപാട് തുരുത്തുകൾ ഉണ്ട്. ആ നദിയിൽ ഒരുപാട് തുരുത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് നമ്മുടെ ഇതിനെ പ്രത്യേകത പറയുന്നുണ്ടല്ലോ, വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും അതിശയിപ്പിച്ച വസ്തുത എന്തായിരുന്നല്ലോ? ആ 1800 അടിയും ആ 970 അടി വീതിയും ഏറ്റവും സുപ്രസിദ്ധമാണ് കേട്ടോ. അത്രയ്ക്ക് വലിപ്പം കൊണ്ടുള്ളതാണ്. അതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന വസ്തുത. കണ്ടോ? ആ ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായിട്ടാൽ അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമായ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ്. ഒരിലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു ഇല നമ്മളെടുത്ത് ഒരു വെള്ളത്തിൽ ഇട്ടാൽ മാത്രമേ ആ ഇല ഒഴുകിപ്പോകുന്നതിന്റെ വേഗത നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഇല ഇട്ട് നോക്കിയാൽ മാത്രമേ അതിന്റെ വേഗത നമുക്ക്, അപ്പോൾ ആ ഇല പോകുന്നതിനനുസരിച്ചുള്ള അത്രയും സ്പീഡായിരിക്കും ആ വെള്ളത്തിന്. അത്രയും സ്പീഡാണ് വെള്ളത്തിന് ഉള്ളത്. എന്താണ് പിന്നീട് എന്താണ് പറയുന്നത്? ആ അത്രയ്ക്കും ഒഴുകി വരുന്നതാണ്. എന്താണ് നമ്മുടെ ഈ സാമസി നദി ഒരു ഇല ഇട്ട് കൊടുത്താൽ പോലും ആ ഇല വളരെ സാവധാനത്തിൽ ഒഴുകിയേ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വരെ എത്തുള്ളൂ. നമ്മളുടെ സാമസി നദിയുടെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. ഒഴുക്ക് കാണാനില്ല. പെട്ടെന്ന് ഇതാ തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് തലകുത്തി മറിയുന്നു. ആ ജലപ്പരപ്പ് സമാധാനത്തിൽ ശാന്തമായിട്ട് വന്ന ആ ഒരു ജലപ്പരപ്പ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തലകുത്തി അങ്ങ് മറിയുന്നു. പെട്ടെന്ന് തലകുത്തി മറിയുന്നു. വെള്ളച്ചാട്ടത്തിന് ബാക്കി നമുക്ക് പഠിക്കാം കേട്ടോ. ടെക്സ്റ്റ് ശ്രദ്ധിച്ചിരിക്കണേ. വെള്ളച്ചാട്ടത്തിന് കഷ്ടിച്ച് 500 മീറ്റർ മുകളിൽ ഞാൻ എൻ്റെ ഗൈഡുകൾക്കൊപ്പം നദിയിലിറങ്ങി കുളിച്ചു. ഗൈഡുകൾ ആരാണ്? നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോഴേക്കും, നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോഴേക്കും നമ്മളെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി നമ്മളുടെ കൂടെ ഉള്ള ആളാണ് ഗൈഡ് എന്ന് പറയുന്നത്. അത് അവിടുത്തെ ഒരു പക്ഷേ ഓതറൈസ്ഡ് ഗൈഡ്സ് കാണും. അല്ലാതെ എന്തിനകത്താണോ നമ്മളുടെ കിലുക്കം സിനിമയില്ലേ? കിലുക്കം സിനിമയ്ക്കകത്ത് ഗൈഡ് ഉണ്ടല്ലോ. ആരാ? നമ്മുടെ ജഗതി ശ്രീകുമാർ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കത്തില്ലേ? അതൊക്കെയാണ് ഗൈഡുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഓതറൈസ്ഡ് ആയിട്ടുള്ള അത് നമ്മളുടെ ആ സിനിമയ്ക്കകത്ത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അല്ലേ? നമുക്ക് ഗൈഡുകൾ എന്താണ് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. അതാണ് ആ ഗൈഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കിലുക്ക സിനിമയ്ക്കകത്ത് ജഗതി ശ്രീകുമാറിന്റെ റോള് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആകെ എത്ര ഇംഗ്ലീഷ് വേർഡ് അറിയാം? 2 സെന്റൻസ് അറിയാം. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്നുള്ള സംഭവങ്ങൾ അറിയാം. മാത്രം കൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കത്തില്ല ഇതിനകത്ത്. എന്താണ് ഗൈഡുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രദേശത്തെ പറ്റിയുള്ള അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നല്ല അറിവുള്ളവർ ആളായിരിക്കും. അവിടുത്തെ ഓതറൈസ്ഡ് ഗൈഡ്സ് കാണും. അംഗീകാരമുള്ള ലൈസൻസ് ഒക്കെ ഉള്ള ഗൈഡുകൾ തന്നെ കാണും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം
എന്താണ് കല്ലടയാറ് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പിന്നെന്താണ് നമുക്ക് ആറ്റിലൊക്കെ നോക്കിയാൽ എന്ത് കാണാം? നിറയെ പാറകളൊക്കെ ഇരിക്കുന്ന കാണത്തില്ലേ? അതുപോലൊക്കെ തന്നെയായിരുന്നു അവിടെ. നാടൻ പുഴയിൽ എന്ന പോലെ പാറകൾക്കും പുൽത്തുരുത്തുകൾക്കും ഇടയിൽ ശാന്തമായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ആറ്റിലും പാറയുണ്ട്, പുൽത്തുരുത്തുകളുണ്ട്, അതിൻ്റെ എല്ലാം ഇടയിൽ ശാന്തയായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളം. എൻ്റെ ഗൈഡ് മൈക്കിളും അവൻ്റെ സുഹൃത്ത് വാഷിംഗ്ടണും ഞാനുമൊത്ത് ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെ സമയം ചാടി കുടിച്ചു. എന്താ ചെയ്തു? എൻ്റെ ഗൈഡ് മൈക്കിൾ, അവിടെ നമ്മൾ ഒരു ഗൈഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഗൈഡിന്റെ പേരെന്താണ് പറഞ്ഞത്? മൈക്കിൾ. മൈക്കിളും അവൻ്റെ സുഹൃത്ത്, ആ ഗൈഡിന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, അവൻ്റെ സുഹൃത്ത് വാഷിംഗ്ടണും ഞാനുമൊത്ത് ആ വെള്ളത്തിൽ, ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെ സമയം ചാടി കുളിച്ചു. അപ്പോൾ സുഹൃത്തിന്റെ പേര് വാഷിംഗ്ടൺ. നമ്മളുടെ ഒരു സ്ഥലപ്പേരാണ്, നമ്മൾ അമേരിക്കയിലുള്ള ഒരു സ്ഥലപ്പേരാണ് വാഷിംഗ്ടൺ. പക്ഷെ ആ സ്ഥലപ്പേരല്ല, ഇതൊരു വ്യക്തിയുടെ പേരാണ് ഈ പറയുന്നത്. അപ്പോഴെന്താണ്? ആ ഇളം ചൂടുള്ള ആ വെള്ളത്തിൽ എന്താണ്? നല്ല തണുപ്പൊന്നുമല്ല, ഒരു ഇളം ചൂടുള്ള വെള്ളം. അപ്പോൾ ആ വെള്ളത്തിൽ ഒരുപാട് സമയം ചാടി കുളിച്ചു. താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനം കേൾക്കാം. അപ്പോഴെന്താണ്? നമ്മൾ മുകളിൽ ഒരു 500 മീറ്റർ മാറിയിട്ടാണ് മുങ്ങിക്കുളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ്? ആ സമയത്ത് താഴെ നിന്ന് എന്ത് കേൾക്കാന്ന? താഴെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനമാണ്. ആ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം. ഇടിമുഴങ്ങുന്ന കേട്ടിട്ടില്ലേ നമ്മള്? നമുക്ക് ഇടിമുഴങ്ങുന്ന കേൾക്കുന്നുണ്ടല്ലോ. ആ മിന്നൽ വരുമ്പോഴേ നമ്മൾ ചെവി പൊത്തിയിരിക്കും. ആ മിന്നലിന്റെ ശക്തി കാണുമ്പോൾ അറിയാം ഇടി വരുന്നതിന് എത്രത്തോളം ശബ്ദം ഉണ്ടെന്ന്. ഭയങ്കര മിന്നലാണെങ്കിൽ നമ്മൾ കൈ രണ്ടും പൊത്തി ചുരുണ്ടുകൂടിയൊക്കെ ഇരിക്കും. പേടിച്ച് ഇല്ലയോ? നിങ്ങളെല്ലാവരും എനിക്കറിയാം അങ്ങനെയാണ്, ഇടിയെ പേടിയാ. അപ്പോഴത്താണ് ആ ഇടിമുഴക്കത്തിന്റെ ഒരു ഗർജനം ഉണ്ടല്ലോ, അതുപോലെ എന്താണ്? ആ വെള്ളച്ചാട്ടത്തിന്റെ എന്താണ്? വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനം കേൾക്കാം. ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ് തൊട്ട് താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. എന്താണ്? ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീര്, അവിടെ മുങ്ങിക്കിടക്കല്ലേ? ആ 500 മീറ്റർ മുകളിലായിട്ട് ആ വെള്ളത്തിൽ, ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ എങ്ങനെയാണ് ഇവര് മുങ്ങിക്കുളിക്കുകയല്ലേ? അപ്പോഴാ വെള്ളത്തിൽ എന്താണ്? മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ് തൊട്ട് താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. അപ്പോൾ ഞങ്ങൾ സമാധാനപരമായിട്ടുള്ളൊരു വെള്ളത്തിലാണ്. എന്താണ്? നമ്മുടെ നാട്ടിൻപുറത്തെ വെള്ളത്തിൽ പോലെ തന്നെ, നമ്മുടെ ആറ് പോലെ തന്നെ എന്താണ്? പുൽത്തുരുത്തുകളും പാറകളും എല്ലാം ഉള്ള ഒരു ഒരു ആറ് തന്നെയാണ് അവിടെ ഇവിടെ ഒഴുകുന്ന ഈ സാപ്പസി നദി. അപ്പോഴെന്താണ്? അവിടെ നിന്ന് നമ്മൾ കുളിക്കുമ്പോഴും എന്ത് കേൾക്കാം? ഈ താഴെ ആ കേൾക്കുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനം. ഇടിമുഴക്കം പോലുള്ള എന്താണ് പറയുന്ന വേർഡ്? ഗർജനം. ഗർജിക്കുക എന്ന് വെച്ചാൽ എന്തോട്? അലറുക. സിംഹത്തിന്റെ ഗർജനം ഇതല്ലേ നമ്മൾ പറയുന്നത്? അല്ലേ? സിംഹത്തിന്റെ ഗർജനം എന്നല്ലേ പറയുന്നത്, അല്ലാതെ സിംഹത്തിന്റെ കരച്ചിൽ എന്ന് പറയുമോ? പറയത്തില്ലല്ലോ. അപ്പോഴെന്താണ്? സിംഹം ആരാണ്? കാട്ടിലെ രാജാവാണ് സിംഹം. അപ്പോഴാ കാട്ടിലെ രാജാവിന്റെ ആ ഒരു ശബ്ദത്തിനെ നമ്മളെന്താണ്? ആ അല്ലറി വിളിച്ചുകൊണ്ടുള്ള ആ ഒരു വിളിച്ചത് എന്താണ്? ഗർജനം. സിംഹത്തിന്റെ ഗർജനം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ സിംഹം കരഞ്ഞു എന്ന് നമ്മൾ പറയില്ല. പറയോ? പറയത്തില്ല. നമ്മൾ ഓരോന്നിനും, ഇപ്പൊ പൂച്ച ഗർജിച്ചു എന്ന് പറയുമോ? ഇല്ല, പൂച്ച കരഞ്ഞെന്നേ പറയൂ. പട്ടിയാണെങ്കിലോ പട്ടി ഗർജിക്കുന്ന പോലെ കുരച്ചു എന്ന് പറയുമോ? പറയത്തില്ല. പട്ടി കുരച്ചു എന്നേ നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഓരോന്നിനും ഓരോ സ്ഥാനം. അപ്പോഴെന്താണ്? നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം. സിംഹത്തിന്റെ ഗർജനം കേട്ടിട്ടുണ്ടോ? നമ്മുടെ തിരുവനന്തപുരം സൂവിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ കേൾക്കാൻ പറ്റും. ഭയങ്കര രീതിയിൽ സിംഹം അല്ലറി വിളിക്കുന്നത്, ആ ഒരു അല്ലറിയുള്ള ഒരു ഗർജനം പോലുള്ള വാങ്ങുമ്പോഴേ നമുക്ക് എവിടെ കേൾക്കാം. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഗർജനം, സിംഹത്തിന്റെ ഗർജനം നമുക്ക് കേൾക്കാവുന്നതാണ് കേട്ടോ. അതുപോലാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് എന്താണ് പറഞ്ഞേക്കുന്നത്? വെള്ളച്ചാട്ടത്തിന് ആ ഒരു ശബ്ദത്തിന് എന്താ പറയുന്നത്? ഇടിമുഴക്കം പോലുള്ള ഗർജനം. ഇടിമുഴക്കം പോലുള്ള ഗർജനമാണ്. അപ്പോഴെന്താണ്?
ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ് തൊട്ട് താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. കുളിക്കാനായി വെള്ളച്ചാട്ടത്തിന് തൊട്ടു പിന്നിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനും കാരണമുണ്ട്. എന്താണ് ഈ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടത്തിന് തൊട്ട് പിന്നിലുള്ള ആ വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് തൊട്ട് പിന്നിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് കാരണമുണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മുകളിൽ പോലും സാംബസിയിലെ വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നത് പോലും അപകടമാണ്. എന്താണ് നമ്മൾ ഈ ഒരു 500 മീറ്റർ മുകളിൽ നിന്നല്ലേ കുളിക്കുന്നത്, ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് പുറകിൽ 500 മീറ്റർ മാറിയാണ് നിന്ന് കുളിക്കുന്നത്. അപ്പോൾ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്. എന്താണെന്നാണ് ഈ പറയുന്നത്? എന്താണ് ഈ 500 മീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്ററിന് മുകളിൽ പോലും സാംബസിയിലെ വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നത് പോലും അപകടമാണ്. ഒറ്റക്കടിക്ക് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണിയുടെ ദന്താരണ്യ നിബിഡമായ വായിലേക്ക് അപ്രത്യക്ഷമാകും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചീങ്കണ്ണി ഉണ്ടെങ്കിൽ എന്താണ്, ചീങ്കണ്ണി നമ്മളെ കയ്യിലൊക്കെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമ്മുടെ കയ്യിലെ ആ അസ്ഥി വരെയും മുറിഞ്ഞത് ചീങ്കണ്ണിയുടെ വായി പോകും. അല്ല ചീങ്കണ്ണി അങ്ങോട്ട് പിടിച്ചു വെച്ച് കയ്യിലെ ആ ഫ്ലഷ് മാത്രം അങ്ങ് തിന്നുമല്ല, ആണോ? നമ്മുടെ കയ്യോ കാലോ പിടിച്ചു വെച്ചിട്ട് ആ ഫ്ലഷ് മാത്രം കഴിക്കുമല്ല ചീങ്കണ്ണി ചെയ്യുന്നത്. ചീങ്കണ്ണി എന്താണ് കയ്യൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മുറിച്ചെടുത്തോണ്ടങ്ങ് പോവുക. നമ്മൾ അസ്ഥിയൊക്കെ ആ ചീങ്കണ്ണിയെ മുറിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ചീങ്കണ്ണിയുടെ പല്ലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കി എന്താണെന്ന്. എങ്ങനെയാണ് ചീങ്കണ്ണിയുടെ പല്ലിനെ പറ്റി പറയുന്നത്? ദന്താരണ്യ നിബിഡമായ നീളൻ വായിൽ. ദന്തം പല്ല്, ആരണ്യം കാട്. അപ്പോൾ പല്ലുകളാകുന്ന കാടാണ്. കാട് നിൽക്കുന്ന പോലാണ് ചീങ്കണ്ണിയുടെ വായിൽ പല്ലുകൾ നിൽക്കുന്നത്. നമുക്കൊക്കെ ഈ ഒരു ലെയർ പല്ല്, താഴെ ഒരു ലെയർ പല്ലുമല്ലേ ഉള്ളത്. ചീങ്കണ്ണിക്കതിൻ്റെ ഇടയ്ക്ക് എല്ലാം പല്ലാണ്, ഒത്തിരി പല്ലുണ്ട്. നമ്മൾ ഫോട്ടോയിലൊക്കെ ചീങ്കണ്ണിയുടെ വായി നോക്കണം. ചീങ്കണ്ണിയുടെ വായ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെ ചീങ്കണ്ണിയുടെ വായി ഇരിക്കുന്നത്. ചീങ്കണ്ണിയുടെ വായ ഇങ്ങനെ ഇരിക്കണം. ചീങ്കണ്ണിയുടെ വായ ചീങ്കണ്ണിങ്ങനെ പോവാം. അപ്പോഴെന്താണ് ഇതെല്ലാം പല്ലാണ്. പല്ലാണ് കേട്ടോ. അവിടെ എല്ലാം പല്ലുവിൻ്റെ ഇടയ്ക്കെല്ലാം പല്ലുണ്ട്. ചീങ്കണ്ണിയിൽ 3 തരം പല്ലുണ്ട് കേട്ടോ. നിറയെ ദന്താരണ്യ നിബിഡമായ വായാണ് കേട്ടോ. ദന്താരണ്യം ഇവിടെല്ലാം പല്ലാക്കി കണ്ടിട്ട് ഇവിടെ ചീങ്കണ്ണി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ മുറിഞ്ഞങ്ങ് പോകും. ഇവിടെ ചീങ്കണ്ണിയുടെ വായെ പറ്റി പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഓർത്തോളണം. ആ ഒരു വേർഡ് ഓർക്കണം. എന്താണ്? ദന്താരണ്യ നിബിഡം. പല്ലുകൾ കൊണ്ട് ആ കാടുകൾ പോലെയുള്ള പല്ല് നിറയെ നിറയെ പല്ല് നിൽക്കുക. അപ്പോഴെന്താണ്? ഒറ്റക്കടിക്ക് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണിയുടെ ദന്താരണ്യ നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലേ പറഞ്ഞു എന്താണ്, നമ്മുടെ ആ വെള്ളത്തിനകത്ത് ചീങ്കണ്ണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1 കിലോമീറ്റർക്ക് അപ്പുറം വന്നു കഴിഞ്ഞാൽ അവിടെ ചീങ്കണ്ണി
കിടന്ന് ഉറങ്ങുന്നത്. അബദ്ധത്തിൽ ഏതെങ്കിലും ദന്താരണ്യ നിബിഡമാണ്. വായിക്കുന്നത് എന്താണ്? ദന്താരണ്യ നിബിഡം. അപ്പോൾ അതിന് മുമ്പ് കഴിച്ച എന്തെങ്കിലും ഫുഡിന്റെ വേസ്റ്റ് വായിൽ കാണുമല്ലോ, ആഹാരത്തിന്റെ എച്ചിലുകൾ പല്ലിന്റെ ഇടയിലൊക്കെ തങ്ങി നിൽക്കുമല്ലോ. അപ്പോഴത് കിളികളൊക്കെ ആക്കി ഒന്ന് ക്ലീൻ ചെയ്യട്ടെന്ന് പറഞ്ഞാണ് ഈ പാവം ചീങ്കണി കിടന്ന് ഉറങ്ങുന്നത്. ഉറങ്ങുവാണോ? അല്ലല്ല, നമ്പരിട്ട് കിടക്കും. ഉറക്കം അഭിനയിച്ച് കിടക്കുവാണ്, ഉറങ്ങുമല്ല. അപ്പോൾ ചീങ്കണ്ണി ഇങ്ങനെ വായി തുറന്ന് കിടന്നുറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കിളികളോ കാക്കയൊക്കെ വരും. ഇത് ആ ചീങ്കണിയുടെ വായിലത്തെ ആ പല്ലിലിരിക്കുന്ന ആ ഫുഡ് വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് പോകാൻ, ആ എച്ചിലുകളൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ കാക്കയൊക്കെ വരുമ്പോൾ എന്ത് വിചാരിക്കും? ചീങ്കണ്ണി ഉറങ്ങുവാണെന്ന് വിചാരിക്കും. ചീങ്കണ്ണി ഉറങ്ങുവാണെന്ന്. അങ്ങനെ പയ്യെ വന്ന് കാക്ക വന്ന് പറന്നിരുന്ന് കൊത്തിയെടുക്കുന്ന സമയത്ത് ചീങ്കണ്ണി എന്ത് ചെയ്യും? കാക്കയാണോ കുരുവിയാണോ എന്താണ് കിളികൾ വന്നിരുന്ന് കയറുന്ന സമയത്ത് ചീങ്കണ്ണി പയ്യെ വായത് ക്ലോസ് ചെയ്യും, വായ കടയ്ക്കും. അപ്പോഴെന്ത് ചെയ്യും? അകത്തായിപ്പോയ പക്ഷി ചീങ്കണിയുടെ വായിൽ അകപ്പെട്ടു പോകും. ചീങ്കണി എന്നെ തിരിഞ്ഞു. ചീങ്കണി എപ്പോഴെന്താണ്? ആ ഉറങ്ങുവാണെന്ന്, സന്യാസിയെ പോലെ ഉറങ്ങുവാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാമെങ്കിലും സംഭവം എന്താണ്? മഹാ കള്ളനാണ്. നമ്പരിട്ട് കിടക്കുക കേട്ടോ ചീങ്കണ്ണി. ചീങ്കണ്ണി നമ്പരിട്ട് കിടക്കുക. വെള്ളത്തെ ഉറങ്ങുവാന്നൊക്കെ വിചാരിച്ച് കള്ളത്തിനെ കാണിച്ച് കിടക്കുക. ഉറങ്ങുവാണോ? ഉറങ്ങുമല്ല, വെറുതെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് കിടക്കുവാണ് ചീങ്കണ്ണി. നമുക്ക് സൂര്യകടലിൽ നമ്മൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ ഡിസ്കവറിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ചീങ്കണിയെ പറ്റി. കാണണം കേട്ടോ. ഇപ്പൊ സമയമുണ്ടല്ലോ മക്കളെ, TV കാണുന്ന സമയത്ത് കുറച്ചു നേരം നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കോ ഡിസ്കവറിയോ ആ ചാനലുകളോ ഒന്ന് കണ്ട് ആ ചീങ്കണ്ണിയുടെ ഒരു കാര്യങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോഴെന്താണ് പിന്നെ ആരാണുള്ളത്? ഹിപ്പോകൾ. ഹിപ്പോകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസ് ആണ്. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് ആരാണെന്ന്? അവര് വെജിറ്റേറിയൻസ് ആണ്. അവർക്ക് സസ്യഭുക്കുകളാണ്. എന്താണ്? മാംസഭോജികൾ അല്ല, അവര് സസ്യഭുക്കുകളാണ്. അവ നമ്മെ വധിക്കുന്നത് വെറും വിരസത കൊണ്ട് മാത്രം. അപ്പോഴവര് നമ്മളെ വധിക്കുന്നത്, നമ്മളെ കൊല്ലുന്നത് എന്താണ്? വെറും വിരസത കൊണ്ട് മാത്രം. വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ആ ഒരു വിരസത കൊണ്ട് മാത്രമായിരിക്കും അവർ നമ്മളെ കൊല്ലുന്നത്. അപ്പോഴെന്താണ്? ചീങ്കണ്ണികൾ എന്താണ്? ചീങ്കണ്ണികൾ നോൺ വെജ് ആണ്. അത് മാംസഭുക്കുകളാണ്. അവർക്ക് മനുഷ്യരെയൊക്കെ അവർ കഴിക്കും. പക്ഷേ ഹിപ്പോകളാണെങ്കിലോ മാംസഭുക്കുകൾ അല്ല, അവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പോലും അവർ വെറുതെ ബോറടിച്ചിരിക്കും. കണ്ടിട്ടില്ലേ ഹിപ്പോപ്പൊട്ടാമസ്? നമ്മൾ ആനയുടെ അത്രയുണ്ട് ആ വെള്ളത്തിലായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് കൂടുതൽ സമയം. അത് നമുക്ക് സൂര്യ നമുക്ക് നമ്മളെ ചാനലിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി കിടക്കണം. നമുക്ക് ആനയെ കൂടെ അത്രയായിട്ട് തോന്നും. അത്രയ്ക്കും വലിയൊരു ജീവിയാണ് നമ്മുടെ ഹിപ്പോസ്. അപ്പോൾ നോക്കിക്കേ, വിരസത കൊണ്ട് മാത്രം ആയിരിക്കും. നോക്കിക്കോ മക്കളെ, പച്ചക്കറികളും കഴിച്ച് തുറിച്ച രണ്ട് കണ്ണും മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങിക്കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് തോന്നാതിരിക്കുക? ആരുടെ കാര്യം പറയുന്നത്? ഹിപ്പോയുടെ കാര്യമാണ് ഈ പറയുന്നത്. എന്താണ്? പച്ചക്കറിയും കഴിച്ച്, മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത ഫുഡ് അല്ലേ, പച്ചക്കറി മാത്രം കഴിച്ച് തുറിച്ച രണ്ട് കണ്ണുകൾ. അപ്പോൾ ഹിപ്പോയുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള വെള്ളത്തിന് മുകളിലോട്ട് ഇങ്ങനെ ഒന്നിരിക്കത്തില്ലേ? തുറിച്ച രണ്ട് കണ്ണുകളും മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങിക്കിടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? ആ വെള്ളത്തിന് മുകളിൽ രണ്ട് കണ്ണ് കാണിച്ച് എപ്പോഴും ഈ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. എന്താണ് ഫുഡ്? സസ്യഭുക്കാണ്. സസ്യഭുക്ക് വെറും പച്ചക്കറി മാത്രമല്ലേ കഴിക്കുന്നത്. അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് തോന്നാതിരിക്കുക? ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നു. കാര്യം എന്താ? വെറുതെ പച്ചക്കറി കഴിച്ച് വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കും. എത്ര നേരമൊന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കാനാ? ബോറടിക്കത്തില്ലയോ? അങ്ങനെ വെറുപ്പ് തോന്നുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു മനുഷ്യനെ അങ്ങോട്ടൊക്കെ ചിലപ്പോൾ വെറുതെ കൈ കൊണ്ടൊരു തട്ട് കൊടുക്കും. പാവം മനുഷ്യൻ വീണ് പോയി ചത്തുപോകും, ഇല്ലയോ? അതുപോലെയുള്ളൂ നമ്മുടെ ഹിപ്പോകള്. പൊതുവെ ഉപദ്രവകാരികളല്ല, എന്നാൽ പോലും ചില സമയത്ത് അവര് ഉപദ്രവിച്ചു പോകും. എന്താണ്? അവർ ഇരുന്ന് വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ഫുട്ബോൾ കളിക്കാൻ തോന്നുന്ന പോലെ ഒന്ന് തട്ടി കളിക്കുന്നതാണ് മനുഷ്യനെ. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നക്കാരൊന്നുമല്ല. പാവല്ല ഹിപ്പോള്. പക്ഷേ ഇക്കൂട്ടർക്കെല്ലാം എന്തോ അത്ഭുതകരമായ ബോധജ്ഞാനത്തിലൂടെ കുറച്ച് താഴെ തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തുചാട്ടത്തെ പറ്റി അറിയാമെന്നതിനാൽ ജലപാതത്തിന് തൊട്ടു പിന്നിലുള്ള ഭാഗം നമുക്ക് സുരക്ഷിതമാണ്. എന്താണ് ഈ പറയുന്നത്? ഈ ഹിപ്പോകളും ഈ ചീങ്കണ്ണികളും ഒക്കെ എന്താണ്? 1 കിലോമീറ്റർ അപ്പുറത്തേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല? എന്താണ് ആ വരാത്ത കാര്യം? എന്താണ്? ഇവർക്കെല്ലാം എന്തോ അത്ഭുതകരമായ ബോധജ്ഞാനത്തിലൂടെ, എന്തോ
ജലപാതത്തിന് തൊട്ടു പിന്നിലുള്ള ഭാഗം നമുക്ക് സുരക്ഷിതമാണ്. അതുകൊണ്ട് അവര് ആ 1 കിലോമീറ്റർ അപ്പുറത്തേ നിൽക്കുള്ളൂ, ഇപ്പുറത്തോട്ട് വരത്തില്ല. കാര്യം എന്താണെന്നറിയോ? ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് വീണ് പോകും, വെള്ളച്ചാട്ടത്തിനകത്ത് വീണ് പോകും. അങ്ങനെയുള്ളൊരു ഭയം അവർക്കുണ്ട്, ഇവർക്ക് അതിനെ പറ്റിയുള്ള അറിവുണ്ട്. അതുകൊണ്ട് അവരിങ്ങോട്ട് വരില്ല, നമുക്ക് സുരക്ഷിതമായി അവിടെ കുളിക്കാം. മീനുകളെ ഞാൻ കണ്ടു, പക്ഷെ അവ പോലും വെള്ളച്ചാട്ടത്തിന് പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണ രേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. അപ്പോഴെന്താണ്, ഈ വെള്ളത്തിൽ പിന്നെ മീനുകളുണ്ട്, അപ്പോഴും മീനുകളെയും കണ്ടു. അപ്പോൾ മീനുകൾക്ക് അറിയാം എന്താണ്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ വീണ് പോകും എന്നുള്ള കാര്യം അവർക്കും അറിയാം. അപ്പോൾ മീനുകളൊക്കെ എങ്ങനെയാണ് ആ വെള്ളച്ചാട്ടത്തിന് പിന്നിൽ, ആ വെള്ളച്ചാട്ടം എത്തുന്നതിന് കുറേ ഇപ്പുറത്തായിട്ട് എന്ത് ചെയ്യും, ഒരു ലക്ഷ്മണ രേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. ലക്ഷ്മണ രേഖ അറിയാലോ എന്താണെന്ന്. നമ്മുടെ സീതാദേവിയും ശ്രീരാമനും ഒക്കെ കാട്ടിൽ വസിക്കുന്ന ഒരു സമയത്തെ എന്തായിരുന്നു, നമ്മളുടെ സീതാദേവിയെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ഒരു മാനിന്റെ വേഷമാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രീരാമൻ അവിടെ ഇല്ല, ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് സീതാദേവിക്ക് ആ മാനിനെ വേണം. ചുമ്മാ ഓരോ നിർബന്ധങ്ങൾ തുടങ്ങുന്നു നോക്കണേ. അപ്പോഴെന്താണ് ലക്ഷ്മണൻ, അനുജനായിട്ടുള്ള ലക്ഷ്മണനോട് പറയുമ്പോൾ എനിക്ക് ആ മാനിനെ വേണമെന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴെന്താണ് ലക്ഷ്മണൻ അറിയാൻ, എന്തോ അപകടമാണല്ലോ, വേട്ടയ്ക്ക് ഇവിടെ കല്ലാക്കിട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ള വിഷമത്തിലൊക്കെയും ശ്രീരാമൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർ താമസിക്കുന്ന ആ ഒരു കുടിലിൻ്റെ ഫ്രണ്ടിൽ ഒരു വര വരും, രേഖ വരയ്ക്കും. ഒരു കമ്പഴത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു രേഖ വരയ്ക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മണൻ പറയുകയാണ്, ഏതൊരു കാരണത്താൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഈ ലക്ഷ്മണ രേഖ, ആ ഒരു രേഖ മുറിച്ച് അപ്പുറത്ത് കടക്കരുത്, ആ വര മുറിച്ച് വരയ്ക്ക് അപ്പുറം പോകരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ സീതാദേവി ആ വര മുറിച്ച് അപ്പുറത്ത് കടന്നത് രാവണൻ തട്ടിക്കൊണ്ട് പോയി ഇല്ലേ? അങ്ങനെ നമുക്കറിയാവുന്ന കഥയാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷ്മണ രേഖ. അപ്പോൾ ആ വരയ്ക്ക് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കുമെന്ന് ആർക്കറിയാം? മീനുകൾക്ക് അറിയാം. കേട്ടോ, അവ പോലും വെള്ളച്ചാട്ടത്തിന് പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണ രേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. ബാക്കി നോക്കിയേ. വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന് 3 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കോണിലാണ്. അപ്പോഴേ ഈ നമ്മുടെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം എവിടെയാണ് കറക്റ്റിൽ സ്ഥിതി ചെയ്യുന്നത്? ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കോണിലാണ്. ആ 3 രാജ്യങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഉള്ള 3 രാജ്യങ്ങൾ ടച്ച് ചെയ്ത് കിടക്കുന്ന ഭാഗത്താണ് നമ്മളുടെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് സാംബസി നദി തന്നെയാണ് 3 രാജ്യങ്ങളുടെയും അതിർത്തി. അപ്പോഴെന്താണ് ഈ ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് എന്താണ് നമ്മുടെ സാംബസി നദി. ആ സാംബസി നമ്മുടെ ഈ നദിയല്ലേ, നമ്മുടെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന നദിയാണ് സാംബസി നദി. ഈ ഭാഗത്ത് സാംബസി നദി തന്നെയാണ് 3 രാജ്യങ്ങളുടെയും അതിർത്തി. നദിയുടെ മധ്യത്തിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെ അതിർത്തി രേഖ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഈ ബോർഡർ, നമ്മുടെ ഈ പര്യടനത്തിന് അതിർത്തി രേഖ, നമ്മുടെ ഈ സ്ഥലങ്ങളുടെ അതിർത്തി രേഖ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യങ്ങളുടെ ബോർഡറാണ് അതിർത്തി രേഖ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോഴെന്താണ്, നദിയുടെ മധ്യത്തിലൂടെയും വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെയും അതിർത്തി രേഖ കടന്നു പോകുന്നു. അപ്പോഴാ നദിയുടെ മധ്യഭാഗം, അപ്പോൾ 2 രാജ്യങ്ങളുടെയും കൂടെ ആ മധ്യഭാഗമാണ്, ആ നദിയുടെ മധ്യഭാഗമാണ് 2 രാജ്യങ്ങളുടെയും ബോർഡറായിട്ട് വരുന്നത്. എന്നാൽ വെള്ളച്ചാട്ടത്തിന് കുറെ പിന്നെ ബോട്സ്വാന അവസാനിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് സിംബാബ്വെയും സാംബസിയും മാത്രമാണ്. അവിടെ 3 രാജ്യങ്ങൾ പങ്കിട്ട് വരുവാണെങ്കിൽ പോലും ഈ വെള്ളച്ചാട്ടം ആകുന്നത് എപ്പോഴാണ്? വെള്ളച്ചാട്ടം തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. ആ സമയത്ത് ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യം അവസാനിക്കുന്നു. വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് മുമ്പേ ബോട്സ്വാന എന്നുള്ള രാജ്യം അവസാനിക്കുകയാണ്. അന്ന് അവസാനിച്ചിട്ട് പിന്നെന്താണ്, എവിടൊക്കെ ആവും? പിന്നെ സാംബിയയും സിംബാബ്വെയിലും മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഒഴുക്കെല്ലുന്നത്. അപ്പോഴെന്താണ്, ആ വെള്ളച്ചാട്ടത്തിന് കുറെ പിന്നിൽ ബോട്സ്വാന അവസാനിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് സിംബാബ്വെയും സാംബിയയും മാത്രമാണ്. ഞാൻ സിംബാബ്വെ വശത്ത് നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. ഞാൻ സിംബാബ്വെയുടെ വശത്ത് നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. അപ്പോൾ സിംബാബ്വെയുടെ വശത്ത് നിന്നും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പുറത്തെ രാജ്യമായ സാംബിയയിൽ നിന്നും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സക്കറിയ എവിടെ നിന്നാണ് കണ്ടത്? സിംബാബ്വെയുടെ വശത്ത് നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. അകലെ സാംബിയയുടെ വശത്ത് വിനോദസഞ്ചാരികൾ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ അക്കരെ ഭാഗത്ത് എന്താണ്, ആ നദിയുടെ അപ്പുറത്തെ ഭാഗത്ത് ഏത് സ്ഥലമാണ്? സാംബിയ. അപ്പോൾ ആ സാംബിയയുടെ ഭാഗത്ത്
പങ്കിടുകയാണ്. എന്താണ് ഒരു വർഷം? എന്താണ് പ്രതിവർഷം ഓരോ വർഷവും കോടാനുകോടി ഡോളറിന്റെ ആദായം ഉണ്ടാക്കുന്നു. അപ്പോഴെന്താണ് ആ വെള്ളച്ചാട്ടം കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പാസ് എടുക്കണ്ടേ? നമ്മളുടെ ഈ പാലരുവി വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പോകുമ്പോഴെന്താണ് ആദ്യം നമ്മൾ പാസ് എടുത്ത് പേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ട് എൻട്രി കിട്ടുന്നത് അല്ലേ? അതുപോലെ എന്താണ് ഈ സ്ഥലങ്ങളും ഈ രണ്ട് രാജ്യങ്ങളും എന്താണ് അവിടെ കിട്ടുന്ന ആ വരുമാനം, അതായത് നിസ്സാരപ്പെട്ട തുകയുമല്ലോ കിട്ടുന്നത്. പ്രതിവർഷം കോടാനുകോടി രൂപയാണ് കിട്ടുന്നത്. ആ കോടാനുകോടി ഡോളറിന്റെ ആദായം ഉണ്ടാക്കുന്ന വെള്ളച്ചാട്ടത്തെ ഇരു രാജ്യങ്ങളും സൗഹൃദപരമായി പങ്കിടുകയാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും വെള്ളച്ചാട്ടമുണ്ട്, രണ്ട് രാജ്യങ്ങളിലുമാണ് ഉള്ളത്. അവിടെ രണ്ട് രാജ്യങ്ങൾക്കും അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നുണ്ട്. അവരൊരു പ്രശ്നങ്ങളുമില്ലാതെ ആ വരുമാനം അവർ നേടിയെടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്തു മറന്നു കളഞ്ഞു. ഞാൻ നമ്മുടെ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ കാവേരി കാര്യങ്ങൾ ഓർത്തു മറന്നു കളഞ്ഞു. എന്താണ് നമ്മുടെ കാവേരി പ്രശ്നം? നമ്മുടെ കാവേരി നദിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമോ? എന്താണ് നമ്മുടെ കർണാടകയിൽ നിന്നും ആരംഭിക്കുന്ന നദിയാണ് കാവേരി നദി. അത് വന്ന് തമിഴ്നാട്ടിൽ കൂടെ വരുന്നുണ്ടോ? തമിഴ്നാട്ടിലേക്ക് കുടിവെള്ളം കിട്ടുന്നത് ഈ കാവേരി നദിയിൽ നിന്നാണ്. അപ്പോൾ ആ കാവേരി നദി തമിഴ്നാട്ടിൽ കൂടെ ഒഴുകണമെന്നും അതിൻ്റെ വെള്ളത്തിൽ കൂടുതൽ അവകാശികൾ തമിഴ്നാട്ടുകാരാണ്. കുറച്ച് നമ്മുടെ ജയലളിതയൊക്കെ ഉണ്ടല്ലോ, ജയലളിത ജീവിച്ചിരുന്ന സമയത്തൊക്കെ വൻ തർക്കങ്ങളും വലിയ വലിയ വിഷയങ്ങളും നടക്കുമായിരുന്നു ഈ കാവേരി നദീതല പ്രശ്നം. കാവേരി നദിയിലെ വെള്ളത്തിനെ സംബന്ധിച്ച് വൻ വിഷയം നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ നോക്കിയിരുന്ന ഒരു വിഷയമൊക്കെ ആയിരുന്നു ആ കാവേരി നദിയൊക്കെ. അതാണ് നമ്മളുടെ ഇന്ത്യയുടെ ഒരു നിസ്സാരപ്പെട്ട നദിയുടെ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഇവിടെ നമ്മളിപ്പോൾ ഓർക്കുന്നത്. നമ്മുടെ സക്കറിയ ഓർത്ത് മറന്നു കളഞ്ഞത്. അവിടെ നോക്കിക്കേ, ഒരു വലിയ വെള്ളച്ചാട്ടം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിന്റെ ഷെയർ വീതിച്ചെടുക്കുന്ന അതിന്റെ ലാഭം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പങ്കിട്ടെടുക്കുന്നു. കേട്ടോ? അടുത്ത നോക്കിക്കേ നിങ്ങളെ, സാംബസിയുടെ ഭാഗത്ത് നിന്നും വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ അവിസ്മരണീയമായ മറ്റു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നദി ഗർത്തത്തിൽ പതിച്ച ശേഷമുള്ള അതിന്റെ ഭീകര പരിണാമങ്ങൾ ഇവിടെയാണ് കാണാൻ കഴിയുക. പിന്നെ എന്താണ് പറയുന്നത്? ആ സാംബിയയുടെ ഭാഗത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ നമ്മൾ സാംബിയയുടെ ഭാഗത്തല്ലേ നമ്മുടെ സക്കറിയ നിൽക്കുന്നത്, നമ്മുടെ കഥാകാരൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ആ സാംബിയയുടെ ഭാഗത്ത് നിന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ അവിസ്മരണീയമായ മറ്റു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അപ്പോഴെന്താണ് അവിസ്മരണീയമായി നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആ ഒരു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെന്താണ് നദി ഗർത്തത്തിൽ പതിച്ച ശേഷമുള്ള ആ മുകളിൽ നിന്നുള്ള താഴോട്ട് ഗർത്തത്തിലേക്കല്ലേ പതിക്കുന്നത്, ആ ഗർത്തത്തിൽ പതിച്ച ശേഷമുള്ള അതിന്റെ ഭീകര പരിണാമങ്ങൾ ഇവിടെയാണ് കാണാൻ കഴിയുക. ഭീകരമായിട്ടുള്ള പരിണാമങ്ങൾ, മാറ്റങ്ങൾ, ഭയപ്പെടുത്തുന്ന മാറ്റങ്ങൾ. ഭീകര പരിണാമങ്ങൾ എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്ന മാറ്റങ്ങൾ. മുകളിൽ നിന്ന് താഴെ ഒരു ഗർത്തത്തിലേക്ക് വീഴുകയല്ലേ, വീണിട്ട് പിന്നെ അവിടെ നിന്ന് തെറിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. എന്താണ് ഇവിടെയാണ് കാണാൻ കഴിയുക. പൊറ്റക്കാട് അതിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: വീഴ്ച പറ്റിയ സാംബസി തല ചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്ന് മുരളുന്നു. ആഹാ, എന്ത് മനോഹരമായ ഒരു വർണ്ണന നോക്കിക്കേ. സാംബസി നദിയെ പറ്റി എന്താ എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞിരിക്കുകയാണ്. നോക്കിക്കേ, വീഴ്ച പറ്റിയ സാംബസി, വീണുപോയി, മുകളിൽ നിന്ന് താഴെ വീണുപോയി. അപ്പോൾ വീഴ്ച പറ്റിയ സാംബസി തല ചുറ്റലോടെ അവിടെ കിടന്നൊന്ന് കറങ്ങുകയാണ്. തല ചുറ്റുമല്ലേ, തല കറങ്ങുകയാണ്. തല ചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി, വായിൽ നുരപ്പിണ്ടം, തല കറങ്ങി ഛർദ്ദിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് നുരയൊക്കെ വരില്ലേ, നുരപ്പിണ്ടം, പത, നുരയെന്ന് വെച്ചാൽ പതയാണ്. ആ നുരപ്പിണ്ടവുമായി കിടന്നു മുരളുന്നു. ആ ഒരു വായിൽ കുറെ നുരയും പതയൊക്കെ ആയിട്ട് കിടന്ന് ആ വെള്ളത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച്, ആ വെള്ളം വീഴുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഒരു പതയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കിടന്ന് മുരളുന്നു. എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാൻ വേണ്ടി കൺഫ്യൂഷൻ, എങ്ങോട്ട് പോകണമെന്നറിയാതെ അറിയാതെ വിരളുന്നു. ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താണ് എങ്ങോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ആ ഒരു കൺഫ്യൂഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഒടുവിൽ മെല്ലെ ഒരു നാഗത്തിനെ പോലെ, നമ്മുടെ ഒരു സർപ്പത്തിനെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക്, മുമ്പിൽ കണ്ട ഒരു പങ്കിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. കണ്ടോ, സർപ്പത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, നാഗത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണോ, നമ്മൾ സർപ്പ സൗന്ദര്യം
സർപ്പസൗന്ദര്യം. അയ്യോ, സർപ്പസൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു ജീവിയാണല്ലോ സർപ്പം. നമുക്ക് കാണുമ്പോൾ പേടിയാവും, അത് വേറെ കാര്യം. എന്നാലും നിങ്ങൾ സർപ്പസൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണെന്നറിയോ? നിങ്ങൾ ഇപ്പം നിങ്ങൾ ടി വിയിലൊക്കെ നോക്കിക്കോണം സർപ്പത്തിനെ. അതിൻ്റെ ആ ഒരു തലയൊക്കെ എടുത്ത് പിടിച്ചിട്ടുള്ള ഒരു നിൽപ്പ് കാണണം. അതിൻ്റെ ദേഹത്തെ ആ ശൽക്കങ്ങളൊക്കെ എന്തും മനോഹരമായിട്ടാണ് ആ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. അത് മക്കളെ, നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ എടുത്തിട്ട് ഒരു സ്നേക്കിൻ്റെ ഒരു പിക്ചറൊക്കെ ഒന്ന് എടുത്ത് നോക്കണേ കേട്ടോ. എന്നും പറഞ്ഞാൽ നമ്മളുടെ അഞ്ചല് ആ ഏറൊക്കെ സംഭവിക്കുന്ന സൂര്യനെ പോലെ ആൾക്കാർക്ക് നിങ്ങളാകരുത്. അതല്ല പറയുന്നത്. ആ പാമ്പിൻ്റെ ആ ഒരു സൗന്ദര്യം, നമ്മൾ സർപ്പ സൗന്ദര്യം എന്ന് പറയുന്നില്ല. പക്ഷെ ഒന്നും കാണണം, അതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ഒരു ഡിസൈൻ തന്നെ പോയേക്കുന്നത് നോക്കണം. ആ കഴുത്തിലൊക്കെ ഉള്ളൊരു എന്താണ് ഒരു ചന്ദ്രക്കല ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. അതിൻ്റെ ഓരോ ശൽക്കങ്ങൾ, ദേഹത്തിൻ്റെ ഓരോ ശൽക്കങ്ങൾ എന്ത് മനോഹരമായിട്ട് ആ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് നോക്കണം. സർപ്പ സൗന്ദര്യം എന്താണ്? നമ്മൾ ചില പെണ്ണുങ്ങളായിരിക്കും പറയുന്നത്, ഭയങ്കര സർപ്പ സൗന്ദര്യം എന്ന് പറയും. എന്താണ്? പാമ്പിൻ്റെ സൗന്ദര്യം, അത്രയും ഭംഗി, മനോഹരമായിട്ട് ഭംഗി. പക്ഷെ എന്താണ്? അകത്ത് കൊടും വിഷമാണ്. നമ്മുടെ പാമ്പിൻ്റെ നമ്മൾ കാണുന്ന ഒരു സൗന്ദര്യം ഭംഗിയെന്ന് മാത്രമാണ്. പാമ്പിൻ്റെ അകത്ത് കൊടും വിഷം. വെറുതെ ഒന്ന് കടിച്ചാൽ മതി, നമ്മൾ മരിച്ചു പോകും. അത്രയ്ക്കുള്ള കൊടും വിഷമാണ്. അപ്പോൾ ചില പെണ്ണുങ്ങൾ അതാണ് കാണാം, ആ സർപ്പസൗന്ദര്യം പോലെ അത്രയും കാണാൻ വളരെ സുന്ദരിയായിരിക്കും, മനോഹരിയായിരിക്കും. പക്ഷേ മനസ്സ് മൊത്തം വിഷമായിരിക്കും. പക്ഷെ പാമ്പിൻ്റെ സൗന്ദര്യം ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് ഭംഗിയാണ്, ഒന്ന് സൗന്ദര്യമാണ് പാമ്പിന് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. വെച്ചാൽ നമ്മുടെ പ്രകൃതിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തറിയണം കേട്ടോ. പ്രകൃതിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തറിയണം. എങ്കിൽ മാത്രമേ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പാമ്പിന് ഇത്രയും സൗന്ദര്യമുള്ളവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല? ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമസ്യ നദി എന്തിനെ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹലങ്ങളുമെല്ലാം കഴിഞ്ഞു. ആ വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹലങ്ങളുമെല്ലാം കഴിഞ്ഞു. 4 വെള്ളച്ചാട്ടങ്ങൾക്ക് നിന്നുമുള്ള വെള്ളം മുഴുവൻ ഒന്നായി തിരച്ചു മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. അപ്പോഴെന്താണ്? മുകളിൽ നിന്നുള്ള ഒരു വെള്ളം വരുന്നുണ്ടോ? 4 വെള്ളച്ചാട്ടത്തിൽ നിന്നുമുള്ള വെള്ളം, ആ 4 വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള ആ ഒരു വെള്ളം, ആ വെള്ളം എന്ത് ചെയ്തു? മുഴുവൻ ഒന്നായി തിളച്ചു മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് ആ 4 വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് 4ആയിട്ടല്ലേ താഴോട്ട് വരുന്നത്? 4 അള്ളകളുണ്ടല്ലോ, അള്ളകളിൽ നിന്ന് 4ആയിട്ടല്ലേ താഴേക്ക് വരുന്നത്. നമ്മുടെ ഐന്തരുവി പോലെ, ഐന്തരുവി കണ്ടിട്ടില്ലേ? അങ്ങനെയാണ് 5 സ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. അതുപോലെ ഇത് 4 വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള വെള്ളം എങ്ങനെയാണ്? മുഴുവൻ ഒന്നായി തിളച്ചു മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. എന്നിട്ടും എല്ലാം വന്ന് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിലേക്ക് വന്നു ചേരുന്നു. ഇവിടെ വെച്ച് നദി വീണ്ടും പാറപ്പിളക്കുകളിലൂടെ പ്രയാണം തുടരുന്നത്. ഇവിടെ വന്ന് ഈ ഒരുമിച്ച് വന്നതിന് ശേഷം വീണ്ടും ഇത് ഒരുമിച്ച് പ്രയാണം തുടങ്ങുകയാണ്. എൻ്റെ ഗൈഡ് മൈക്കിളിന്റെ സുഹൃത്ത്, എന്താണ് പേര് പറഞ്ഞത്? മൈക്കിളിന്റെ സുഹൃത്തിന്റെ പേര് ഒരു സ്ഥല പേരായിരുന്നല്ലോ, ഏതാണ്? വാഷിംഗ്ടൺ. അപ്പോഴെന്താണ്? എൻ്റെ ഗൈഡ് മൈക്കിളിന്റെ സുഹൃത്ത് വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ആരാണ് അപ്പോൾ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നത്? ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. ആ പറയുന്നത് എന്തൊരു അസംബന്ധമാണ്, എന്തൊരു തെറ്റാണ് ആ പറയുന്നത്. എന്തായിരിക്കാം? ലിവിങ്സ്റ്റൺ കാണുന്നതിന് എത്രയോ 1000 വർഷങ്ങളായി ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. എന്താണ്? ഈ ലിവിങ്സ്റ്റൺ ഇത് കണ്ടുപിടിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഫ്രിക്കക്കാർക്ക് എന്തറിയാമായിരുന്നു? ഇവിടെ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു. വെള്ളക്കാരന്റെ കണ്ണു പതിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ. എന്താണ്? വെള്ളക്കാരന്റെ, അദ്ദേഹം വെള്ളക്കാരനായിരുന്നല്ലോ. ആരാണ്? ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹം വെള്ളക്കാരനായിരുന്നു. ആ വെള്ളക്കാരന്റെ കണ്ണു പിടിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ. വാഷിംഗ്ടൺ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. കൊളോണിയലിസത്തിന്റെ അവകാശവാദങ്ങളുടെ ഭാഗമായാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ.
എന്താണ് കൊളോണിയലിസം എന്നുണ്ട്, കൊളോണിയലിസം. അപ്പോൾ അവർ കണ്ടുപിടിക്കുന്ന, നമ്മുടെ വെള്ളക്കാർ കണ്ടുപിടിക്കുന്ന അതിനെ മാത്രമേ കണ്ടുപിടുത്തമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അതെന്താണ് അതിന്റെ അവകാശങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ. പക്ഷേ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ, അപകടങ്ങൾ തരണം ചെയ്ത് അന്വേഷിച്ചു പോകാനുള്ള പ്രേരണ വെള്ളക്കാരനുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവന്റെ കണ്ടുപിടുത്തങ്ങളെ ലോക പ്രശസ്തമാക്കിയതും ആക്കാനും അവൻ അറിയാമായിരുന്നു. അപ്പോഴെന്താണ് ഈ ആഫ്രിക്കക്കാരേക്കാൾ എന്താണ് ബുദ്ധിശക്തിയും എന്തും ചെയ്യാനുള്ള ഒരു തൻ്റെയിടം കൂടുതൽ ആർക്കായിരുന്നു? കൂടുതൽ വെള്ളക്കാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ടെന്നും അത് എല്ലാം ആ പ്രകൃതിയുടെ പ്രതിഭാസമായിട്ടുള്ള അപകടങ്ങളെ മൊത്തം തരണം ചെയ്ത് അവിടെ എത്തിയില്ലേ, അന്വേഷിച്ച് അവിടെ എത്താനുള്ള ഒരു പ്രേരണ ആർക്കുണ്ടായിരുന്നു? വെള്ളക്കാരനുണ്ടായിരുന്നു. പിന്നെന്താണ്, അവന്റെ കണ്ടുപിടുത്തങ്ങളെ ലോക പ്രസിദ്ധമാക്കാനും അവൻ അറിയാമായിരുന്നു. അവനൊരു കണ്ടുപിടുത്തം നടത്തിയിട്ട് അതിനെ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യവും അവൻ അറിയാമായിരുന്നു. ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലൂടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. എന്താണ് നമ്മുടെ ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്താണ് ആഫ്രിക്കയിലൂടെ എന്ത് ചെയ്ത് 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. വളരെ സാഹസിക സഞ്ചാരി, ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തത്തക്ക രീതിയിലുള്ള ഒരു സഞ്ചാരി, എന്താണ് സാഹസിക സഞ്ചാരി. 20 വർഷങ്ങളാണ് കേട്ടോ ആഫ്രിക്കയിലൂടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. മിഷണറിയായിട്ട് അദ്ദേഹം അലഞ്ഞു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്ത പര്യാടകനായി ആഗോളകീർത്തി നേടി. പര്യാടകൻ എന്ന് വെച്ചാൽ നമ്മുടെ സഞ്ചാരി. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ പര്യാടകനായി ആഗോളകീർത്തി നേടി, ലോക പ്രശസ്തി അദ്ദേഹം നേടിയെടുത്തു. ദക്ഷിണാഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിൽ ആദ്യമായി പതിഞ്ഞ വെള്ളക്കാരന്റെ കാലടികൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. അപ്പോഴെന്താണ് കിഴക്കൻ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്താണ്, കിഴക്കൻ ആഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിൽ, അതിന്റെ ഉൾപ്രദേശത്താണ് ഇത് കേട്ടോ. അന്തർഭാഗങ്ങളിൽ ആദ്യമായി പതിഞ്ഞ വെള്ളക്കാരന്റെ കാലടികൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ലിവിങ്സ്റ്റൺ 1855 നവംബർ 16 നാട്ടുകാർ മോസി ഓ ആംറ്റിനോ അഥവാ ശബ്ദമുള്ള പുകയുള്ള എന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു. എന്താണ് അദ്ദേഹം ചെയ്തു? ലിവിങ്സ്റ്റൺ 1855 നവംബർ 16 ഇപ്പോൾ നാട്ടുകാർ എന്താണ് വിളിച്ചിരുന്നത്? മോസി ഓ ആംറ്റിന അഥവാ ശബ്ദമുള്ള പുകയുള്ള, അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത്, എന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു. ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗനസഞ്ചാരിയായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ലിവിങ്സ്റ്റൺ തന്റെ കുറിപ്പിൽ എഴുതി. അദ്ദേഹം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് അതിനെപ്പറ്റി ഒരു മനോഹരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞത്? എന്താണ് ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച, ഇത്രയും ഹൃദയത്തിൽ ആ ഹൃദയഹാരിയായിട്ടുള്ള ആ ഒരു കാഴ്ച എന്താണ്? ആ ഗഗനസഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ലിവിങ്സ്റ്റൺ തന്റെ കുറിപ്പിൽ എഴുതി. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഗഗനസഞ്ചാരിയായിട്ടുള്ള മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ എഴുതി. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു പാഠം പഠിച്ച് കഴിഞ്ഞു. നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു പങ്ക് തരട്ടെ. നമുക്കിപ്പം പുസ്തകത്തിനകത്തുള്ള ഒരെണ്ണം അല്ലാതെ ഒരെണ്ണം. അപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തെ പറ്റി, ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തെ പറ്റി, നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തെ പറ്റി ഒരു മനോഹരമായിട്ടുള്ളൊരു കുറിപ്പ് എനിക്ക് എഴുതണം. ആ കുറിപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു 200 വാക്കുകൾ കുറയാതെ എഴുതണം. നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള
ഉപന്യസിക്കുക. കേട്ടോ, ഉപന്യസിക്കുക. കണ്ടോ, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തെ പറ്റി 200 വാക്കിൽ കുറയാതെ ഉപന്യസിക്കുക. നിങ്ങളിലുള്ള വീരശൂര പരാക്രമികൾ ഇപ്പൊ പറയും, മാഡം ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല എന്ന് പറയത്തില്ലേ? അങ്ങനെ പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവര് ഒരു വെള്ളച്ചാട്ടത്തിനെ പറ്റി സങ്കല്പിച്ച് എഴുതണം. കേട്ടോ, നമ്മുടെ അസൈൻമെന്റ് പേപ്പറിനകത്ത് എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് മാഡം എന്ന് മാഡത്തിന് സെൻഡ് ചെയ്യണം എന്നുള്ള ഡേറ്റ് പറഞ്ഞു തരും. അസൈൻമെന്റ് പേപ്പറിൽ റെഡിയാക്കി വീട്ടിൽ വെച്ചിരിക്കണം. നമ്മൾ സ്കൂളിൽ ഡേറ്റ് പറയുന്ന സമയത്ത് അത് സ്കൂളിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അതിനുശേഷമേ സ്കൂളിലത്തെ ഡേറ്റ് പറയുള്ളൂ. കേട്ടോ, അപ്പോഴെല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം, നന്നായിട്ട് പഠിക്കണം. ഈ വർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ